ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ 10-ാം ദിനം ഞായറാഴ്ച കൊടൂര ഞായറാഴ്ച ആകുമോ എന്നുള്ള ചോദ്യം തന്നെയാണ്. എന്തായാലും കളക്ഷനും കാര്യങ്ങളിലുമൊക്കെ വരാം. പ്രീസെയിലൂടെ മാത്രം ഏകദേശം 63 ലക്ഷം രൂപയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. മികച്ച കളക്ഷൻ എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് 1231 ഷോകളിൽ നിന്ന് 58,000-ഓളം ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉച്ചയ്ക്ക് 1:30 വരെയുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അവിടെ 17% ഒക്യുപ്പൻസിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 98 ലക്ഷം രൂപയോളം ട്രാക്കേഴ്സ് കളക്ട് ചെയ്തു എന്ന് പറയപ്പെടുന്നു. അതായത് സിനിമ മികച്ച രീതിയിലാണ് ഇന്ന് നിൽക്കുന്നത്. വൈകുന്നേരമാകുമ്പോഴത്തേക്ക് 2 കോടിക്ക് മുകളിലെങ്കിലും ട്രാക്ഡ് കളക്ഷൻസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ലഭിച്ചത് 1,62,50,000 രൂപ മാത്രമാണ്. അതായത് ടോട്ടൽ കളക്ഷനായിട്ട് പുറത്തു വന്ന കണക്കുകൾ, അതായത് ട്രാക്കേഴ്സ് പുറത്ത് വിട്ടത് 2,11 ലക്ഷം രൂപയോളം വന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2.5 കോടിക്ക് മുകളിലെങ്കിലും വരും എന്നുള്ളത് തന്നെയാണ്. ഇതോടുകൂടി തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 30 കോടി സിനിമ കടന്നിരിക്കുകയാണ്. GCC രാജ്യങ്ങളിലാണ് സിനിമയുടെ പ്രകടനം അതിഗംഭീരമാകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇന്നലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത് 1.25 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നത്. അതായത് വെള്ളിയാഴ്ച ദിനം 4.5 കോടിയോളമാണ് സിനിമയ്ക്ക് ടോട്ടൽ കളക്ഷനായി വന്നത്. 71.5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായിട്ട് ശനിയാഴ്ച വരെയുള്ള കളക്ഷൻ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഞായറാഴ്ച കൊണ്ട് സിനിമ 77 കോടി കടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ്. ഗൾഫിൽ നിന്ന് $3 മില്യൺ മുകളിലേക്ക് എത്തി. അതായത് $3.5 മില്യൺ ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്ക്, ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. ഇതിനിടയിൽ സിനിമ പല നാഴികക്കല്ലുകളും കടന്നിരിക്കുന്നു എന്നുള്ളതിനാണ്. അത് വേറൊന്നുമല്ല, മോഹൻലാലിൻ്റെ സമീപകാലത്ത് ഇറങ്ങിയിരുന്ന ചിത്രം നമുക്കറിയാം, ഹൃദയപൂർവ്വം എന്ന ചിത്രം നേടിയത് 75 കോടി എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അതിന് മുകളിലേക്ക് ഇന്നത്തെ കളക്ഷനോടെ സിനിമ എത്തുകയാണ്. ഇനിയുള്ളത് ഡയസീറയാണ്. 80 കോടിയോളം നേടിയ ചിത്രം വലിയ താമസമില്ലാതെ അതിനെ കവർ ചെയ്യുമെന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ തന്നെ ടർബോ എന്ന ചിത്രം അവസാനമായി വന്നത് മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ട കണക്കുകൾ 70 കോടിയായിരുന്നു. പിന്നീട് ഒരു കളക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും തന്നെ വന്നില്ല. ഏകദേശം അതും കഴിഞ്ഞ് 20 ദിവസത്തോളം ഓടിയ ചിത്രത്തിന് അങ്ങനെ ഒരു അപ്ഡേറ്റുകളൊന്നും വരാത്തതുകൊണ്ട് 70 കോടി എന്നുള്ള ആ ഒരു മാർജിൻ തന്നെ പിടിച്ചുകൊണ്ട് അതും കവർ ചെയ്തിരിക്കുന്നു ഈ ഒരു സിനിമ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനിയുള്ളത് കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രമാണ്. കണ്ണൂർ സ്ക്വാഡിൻ്റെ 88 കോടി കടക്കുമോ, അതേപോലെ തന്നെ ഭീഷ്മപർവ്വത്തിൻ്റെ 92 കോടി എന്നുള്ള കളക്ഷൻ കടക്കുമോ എന്നുള്ളതൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ കളക്ഷൻ കടന്നാലും കടന്നില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിക്കാം, ഇത്ര മികച്ച സിനിമ മലയാള സിനിമയിൽ വേറെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാരുടെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചിത്രമായി മാറുന്നു കളങ്കാവൽ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കളങ്കാവൽ 2-ാം വാരവും 300-ന് മുകളിലുള്ള കേരള തിയേറ്ററും 800-ന് മുകളിലുള്ള ഷോകളുമായി ഗൾഫ് മേഖലയിലും അഴിഞ്ഞ് ആടുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, സിനിമ ഏറ്റവും അല്ലെങ്കിൽ മലയാള സിനിമയുടെ പീക്ക് മൂവ്മെൻറ്റുകളിൽ എത്തി നിൽക്കുകയാണ്. എന്തായാലും ലോങ് റണ്ണിലേക്ക് ഈ സിനിമ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിക്കാൻ കഴിയും, ഈ സിനിമ 100 കോടിയിലേക്ക് എത്തും എന്നുള്ളത്. എന്തായാലും നിങ്ങൾ ഈ സിനിമ ഇന്ന് കാണുന്നവരാണെങ്കിൽ ഒന്ന് പറയാം. മണിക്കൂറിൽ ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 4,800-ഓളം ടിക്കറ്റുകൾ തന്നെയാണ്. അതായത് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക്. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. സ്വന്തം ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ 2-3 പോസ്റ്റർ ഇടുന്നു എന്നല്ലാതെ യാതൊരു പ്രൊമോഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളിയാഴ്ചയൊക്കെ നല്ല എന്തെങ്കിലും ഇവൻറ്റും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ കളക്ഷൻ ഒരു 4-5 കോടിക്ക് മുകളിൽ ഇപ്പോൾ തന്നെ കത്തിയേനെ. ഇനി ഗൾഫ് മേഖലയിൽ മമ്മൂട്ടി അവിടെ പോയി ഒരു പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചാൽ തന്നെ ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഡബിളിലേക്ക് പോകുമെന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് സിനിമയുടെ പ്രകടനങ്ങളെന്ന് നമുക്ക് കണ്ടറിയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം.